ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലവിധ അരിയുണ്ട്, റവയുണ്ട്, ചിരട്ടപ്പിട്ട്, അങ്ങനെ പലവിധം പുട്ടുകൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇന്ന് വെറൈറ്റി ആയിട്ട് ക്യാരറ്റൊക്കെ ചേർത്തിട്ടൊരു പുട്ടുണ്ടാക്കുന്നതാണ് വീഡിയോയിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് വാങ്ങിച്ച പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തത്. ഒരു 1.5 കപ്പ് പുട്ടുപൊടിയാണ്. ഇതുപോലത്തെ ഒരു കപ്പിന് 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ പുട്ടുപൊടി എടുത്ത കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അലിയിച്ചതിന് ശേഷം ഈ പൊടി നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് തിരുമ്മി കുഴച്ച് വെക്കുക. വെള്ളം പോരാത്തതിനനുസരിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലോണം വെള്ളം ചേരുന്ന പൊടിയാണ്. ഇത് കുഴച്ച് പാകാക്കി വരുന്നതിനനുസരിച്ചിട്ട് ഈ പൊടി ഇരട്ടിയായിട്ട് വരും. പൊടി കുഴച്ച് കഴിഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിടി പോലെ ആക്കിയാൽ അറിയാം അതിൽ വെള്ളം പാകമാണോ എന്ന്. ഇപ്പോൾ പുട്ടുപൊടി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു 10 മിനിറ്റ് ഒന്നിങ്ങനെ അടച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പൊടി എടുത്ത കപ്പിന് ഒരു കപ്പുണ്ട് കേട്ടോ എടുത്ത് വന്നപ്പം. പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആദ്യം ആ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പുട്ടിന് വേണമെങ്കിൽ മസാലപ്പുട്ടെന്നും പറയാം കേട്ടോ. അതിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ചേർത്തില്ല എന്നേ ഉള്ളൂ. നെയ്യിൽ സവാളയും ക്യാരറ്റും പച്ചമുളകൊക്കെ വഴറ്റി ചേർത്തതിനെ കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ സവാള നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ആ ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വല്ലാതെ വഴണ്ടി വരുമൊന്നും വേണ്ട. ഒരു 3 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ആ പച്ച ഒരു ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുത്താൽ മതി. ഈ പുട്ടിലേക്ക് കറിയോ പപ്പടമോ പഴമോ ഒന്നും വേണ്ട കേട്ടോ. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ക്യാരറ്റ് വഴറ്റാതെ പച്ചയിൽ തന്നെ ഇട്ടിട്ടും ഞാൻ ഒരു പ്രാവശ്യം പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കതിനേക്കാളും നല്ല ടേസ്റ്റ് തോന്നിയത് ഇതുപോലെ വഴറ്റിയിട്ട് പുട്ടുണ്ടാക്കിയപ്പോഴാണ്. അപ്പോൾ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അത് ഈ പുട്ടുപൊടിയിലേക്ക് ചേർത്തി കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നല്ലോണം കുഴച്ചൊക്കെ പാകാക്കി വെച്ചതല്ലേ. ഇനിയൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇതൊക്കെ കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പുട്ടും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല രാവിലത്തെ തിരക്ക് കാരണം. ഇനി ഈ കൂട്ട് പുട്ടുകുറ്റിയിൽ നിറയ്ക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ തേങ്ങ ചേർത്തി കൊടുക്കുക. ഞാൻ കുറേശ്ശെ തേങ്ങ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് കറി എന്തുണ്ടാക്കുമെന്ന് വേവലാതി പെടുകയൊന്നും വേണ്ട. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉള്ളിയും ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ പുട്ടുപൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് മുഴുവൻ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പുട്ടുകുടത്തിൽ വെള്ളം തിളച്ച് കിടക്കണ്ടതിനല്ലോ ഞാൻ ഇതിലേക്ക് എടുത്തേക്കുക. സാധാരണ പുട്ടുണ്ടാക്കുന്ന മാതിരി തന്നെയാണ്. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി. ഇപ്പം പുട്ട് ആവി വന്നിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു വാഴയുടെ ഇലയിലേക്കാണ് കേട്ടോ ഈ പുട്ട് കുത്തിയത്. ആ വാഴയുടെ ഇലേൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ഈ പുട്ടിന് രുചി കൂടും. അങ്ങനെ വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഈ പുട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. പപ്പടം പിന്നെ കാച്ചി വെച്ചതുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പുട്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. പിന്നെ കറിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റും എഴുതി അറിയിക്കണേ.